ഹായ് ചകരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ കാപ്പി കുടിക്കണം കേട്ടോ. ഇന്നിപ്പോൾ ചായ വേണ്ട വെച്ചിട്ട് കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. എന്നും ചായയല്ല, അപ്പം ഇന്നൊരു ദിവസം കാപ്പി കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള പാലിനെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ അവർക്കുള്ള പാൽ ഞാൻ കുറച്ചെടുത്ത് നന്നായി തന്നെ ആറ്റി അതിൽ കുറച്ച് പഞ്ചസാരയും അതുപോലെ ബൂസ്റ്റും ഒക്കെ ചേർത്തിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. സ്കൂളുള്ള സമയത്ത് ഞാനങ്ങനെ രാവിലെ പാൽ കൊടുക്കില്ല കേട്ടോ. എന്താ പറയുക, ഭക്ഷണം കഴിക്കില്ല പറഞ്ഞിട്ട് പാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം തീരെ കഴിക്കാണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂളുള്ള സമയത്ത് അവന് പാൽ രാവിലെ കൊടുക്കാറില്ല. വേണം പറഞ്ഞാൽ വൈകുന്നേരം കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് പിന്നെ രണ്ടാൾക്കുള്ള പാൽ ഞാൻ എടുത്തിട്ട് ആറ്റിയിട്ട് ക്ലാസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുത്തപ്പോൾ നമ്മുടെ അശ്വിൻ വേണ്ട പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചീത്ത പറഞ്ഞോട്ട് എന്താ പറയുക, അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ കുറേശ്ശെ പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അശ്വിനല്ല സച്ച് വന്നിട്ട് പിന്നെ നമ്മുടെ പാലൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കൂട്ടാൻ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെള്ളി വാങ്ങിയിട്ടുണ്ട്. അതും മാങ്ങയും വെച്ചിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. പുറത്തെടുത്ത് വെച്ചിട്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. വറുത്തിട്ട് വേണം നമ്മുടെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറേ പൊടികളുണ്ടാകും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ആഞ്ഞെടുത്തിട്ടാണ് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീനച്ചട്ടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വറുത്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ നമ്മുടെ ചെള്ളി മുഴുവൻ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അത് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് പുളി ചേർത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പുളിപ്പ് കൂടി നമുക്ക് കഴിക്കാൻ പറ്റാണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 10 ചെറിയുള്ളി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയും മുളകും ചേർത്ത് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നത് ചേർത്ത് കൊടുത്ത് 4 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെള്ളി നന്നായി കഴുകിയിട്ട് അതിൻ്റെ കൊമ്പെല്ലാം ഉടച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇന്ന് കാണിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചതിലേക്ക് ഞാൻ ഒരു മാങ്ങ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ആ മാങ്ങ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. പെട്ടെന്ന് റെഡിയാവും കേട്ടോ നമ്മുടെ കൂട്ടാൻ. 2 തിളയ്ക്ക് തന്നെ നമ്മുടെ എന്താ പറയുക ചെള്ളിയൊക്കെ നന്നായി വെന്ത് വരും കേട്ടോ. നമ്മുടെ അവിടെ ഈ ചെള്ളി പറയുന്നത് നമ്മുടെ ഉണക്ക കൊഞ്ചിനെയാണ് കേട്ടോ ചെള്ളി എന്ന് പറയാറുള്ളത്. നമ്മുടെ അവിടെ ചെള്ളിപ്പൊടി എന്നാണ് പറയാറുള്ളത്. പിന്നെ അത് വെന്ത് നമ്മുടെ ചെള്ളിപ്പൊടിയിലേക്ക് നമ്മൾ വെറും തേങ്ങ ഒരു 1/4 കപ്പ് അരച്ചത്, നന്നായി അരച്ചത് കേട്ടോ, ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറവായ കാരണം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. വെറും മുളകും അതുപോലെ വെളിച്ചെണ്ണ, കടുക്, ഇതാണ് കേട്ടോ നമ്മൾ കടുക് വറുത്ത് ചേർക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മളിവിടെ കറണ്ട് പോയി കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ കടുകൊക്കെ വറുത്ത് ചേർക്കുമ്പോഴേക്കും തന്നെ വീണ്ടും കറണ്ട് വന്നു കേട്ടോ. കടുക് വറുക്കുമ്പോൾ നമുക്ക് വേറൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട. വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും മാത്രം മതി കേട്ടോ. നല്ല മണവും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ ചെള്ളിപ്പുളി കഴിക്കാൻ വേണ്ടിയിട്ട് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു കഷ്ണം മത്തനുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇന്നലെ ആകെ വിഷമമായ കാരണം പിന്നെ ഞാനതൊന്നും കാണിച്ചു തരാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ മത്തൻ, അതുപോലെ വെള്ളരി, പിന്നെ നമ്മുടെ ചൊരക്ക, ചീര, ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ അവരത് കുറേശ്ശെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാടൻ പച്ചക്കറി അതുപോലെ നല്ല വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. ഇപ്പോൾ കുറേശ്ശെ എല്ലാം സെയിൽ ചെയ്യാനായിട്ടുണ്ട്. പയറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എല്ലാം കൊടുക്കാൻ
കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് അതൊരു സൗകര്യമല്ലോ, നല്ല പച്ചക്കറി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മത്തനൊക്കെ മുറിച്ച് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത്. പച്ച മത്തൻ കളർ വെക്കുന്നേ ഉള്ളൂ കേട്ടോ, പക്ഷെ എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കഷ്ണമൊക്കെ നന്നായി തന്നെ മുറിച്ചെടുത്ത് നമ്മൾ ചീനച്ചട്ടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് വേഗം തന്നെ വന്നിട്ടൊന്ന് മിറ്റോടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചുവും അശ്വനും എല്ലാവരും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു പ്രശ്നം ആയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഇന്നലെ. അതിപ്പം എല്ലാം കുറേശ്ശെ അങ്ങോട്ട്, എന്നാലും ഒരു സങ്കടം തന്നെയാണ് ഈ പൂച്ചക്കുട്ടികളെ കാണുമ്പോൾ. ആ പൂച്ചക്കുട്ടിയെ കാണാത്തതിൻ്റെ ഒരു സങ്കടം കൂടി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ അക്ഷയ അവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടം നന്നായി തന്നെ തിളച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി തന്നെ വെന്ത് വരട്ടെ കേട്ടോ. നമ്മുടെ മത്തനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തൻ നന്നായി തന്നെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വറ്റി വരും കേട്ടോ. അതുമാത്രമല്ല ഇതിൻ്റെ ഈ വെള്ളം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൽ കുറച്ച് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേരുമ്പോൾ വെള്ളം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ തിളച്ച് നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി റെഡിയായി തന്നെ വന്നിട്ടുണ്ട്. ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും കേട്ടോ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നന്നായിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാടനായിട്ടുള്ള പഴയ കാലത്തെ ഓലൻ കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതോടെ മാറ്റി വെച്ചതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് വെളിയിൽ നമ്മുടെ അടുക്കളയൊക്കെ താഴമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ദിവസവും അടിച്ചാലും നമ്മുടെ ഈ മുരിങ്ങപ്പൂവൊക്കെ വീണിട്ട് അങ്ങനെ കുപ്പി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചാക്കെല്ലാം വിരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ എന്താ പറയുക പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴുകിയെടുക്കുന്നുണ്ട്. സിങ്ക് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. ഇപ്പോൾ അവർ വന്നിട്ടില്ല വീണ്ടും. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ നമ്മൾ ചുരക്ക കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊന്നും വെക്കാൻ നിന്നില്ല. അത് എന്താ പറയുക, ഇപ്പോൾ ഇന്നൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും ഏട്ടനും എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ദോശയല്ല കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വെള്ളച്ചോറും അതുപോലെ നമ്മുടെ മത്തൻ്റെ കൂട്ടാനും അതുപോലെ നമ്മുടെ ചെള്ളിപ്പുളിയും കൂടിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളച്ചോറിൽ കുറച്ച് മോരും ഒരു മുളകും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് കൊണ്ട് വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിന് ഓടി വന്നു കേട്ടോ. അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളച്ചോറ് മോരൊക്കെ ആക്കി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവന് കൊടുക്കുമ്പോഴോടൊപ്പം തന്നെ ഞാൻ സച്ചുവിനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സച്ചു പറയുക വേണ്ട അമ്മ എനിക്ക് വേണ്ട വയറ് നിറഞ്ഞു പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് വന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അശ്വിന് എന്താ പറയുക ഞാൻ കഴിക്കുന്നതോടൊപ്പം വാരി കൊടുക്കുന്നുണ്ട്. അവൻ വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ. അവന് വേണ്ട പറഞ്ഞു. പിന്നെ അവന് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല കേട്ടോ. കുറേ പ്രാവശ്യം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവന് വേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ അക്ഷയ അടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അക്ഷയയ്ക്കും ഒരു വായി കൊടുത്തു കേട്ടോ. ഈ രണ്ട് വായിനെ രണ്ടാളും കഴിച്ചുള്ളൂ കേട്ടോ. അധികമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സച്ചുവിന് പിന്നെ വേണ്ടാന്നും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിന് വെള്ളച്ചോറും നമ്മുടെ ചെള്ളിപ്പുളിയും നമ്മുടെ മത്തനും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ എന്താ പറയുക ഈ വെണ്ടയ്ക്ക പുളി അതുപോലെ നമ്മുടെ മത്തിപ്പുളി ചെള്ളിപ്പുളി ഇങ്ങനെ പുളിയുള്ള ഐറ്റംസ് വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എപ്പോഴും എൻ്റെ അച്ഛൻ പറയാറുണ്ട് നമുക്ക് ഇന്നത്തെ കഷ്ടം നാളേക്ക് ഉണ്ടാവില്ല. അങ്ങനെ പറയാൻ തന്നെ കാരണം പറഞ്ഞാൽ നമ്മുടെ അശ്വൻ ചെറുതായിരിക്കുന്ന സമയത്ത് രാത്രി അവന് തീരെ ഉറക്കില്ല കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെ 12-1 മണിയാവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറങ്ങിയാൽ തന്നെ കുറച്ച് ഉറങ്ങിയാൽ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരേ കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു ഉറക്കത്തിൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക്
എപ്പോഴും ഉറങ്ങാനേ ആവില്ല കേട്ടോ, ഉറക്കവും ഉണ്ടാവാറില്ല. അങ്ങനെ ഉറക്കം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ വീണ്ടും പനി വരും കേട്ടോ. അപ്പോൾ എനിക്ക് ആ ടൈമിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പനി വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ പകൽ മുഴുവൻ ഓരോരോ ജോലികളും, രാത്രിയാകുമ്പോൾ ഇവൻ ഉറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് എനിക്ക് ശരിയാവുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയും അതൊക്കെ ശരിയാവും, ഇന്നത്തെ ബുദ്ധിമുട്ട് നാളെ ഉണ്ടാവില്ല, കുട്ടികൾ വളരുകയല്ലേ, അപ്പോൾ അത് 2 ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും, അപ്പോൾ അതങ്ങനെ പോകും പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും അവൻ ഉറങ്ങാണ്ട് നമുക്ക് യാതൊരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ മെല്ലെ മെല്ലെ ഉറക്കമൊക്കെ ഇപ്പോഴും കണക്കന്നെ, മെല്ലേനെ ഉറങ്ങുള്ളൂ. ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, കരയാണ്ടിരുന്നാൽ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷെ അവൻ അങ്ങനെയല്ല, ചെറുപ്പത്തിൽ നല്ല കരച്ചിലും നല്ല ഉറക്കക്കുറവും ഉണ്ടായിരുന്നു കേട്ടോ അവനെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പകലെന്തോളം ഇവനെ തന്നെ നോക്കണം, വീട്ടിലെ പണികൾ ചെയ്യണം. അക്ഷയ അപ്പോൾ ചെറുതാണല്ലോ, അവൾ സ്കൂൾ വിട്ട് വന്നാൽ നന്നായിട്ട് അവനെ നോക്കും കേട്ടോ. ആ സമയത്താണ് ഞാൻ ഓരോരോ ജോലികളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഏട്ടൻ രാവിലെ ജോലിക്ക് പോകില്ല, ആ ടൈമിലും ഏട്ടൻ ചോറൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എണീച്ച് ചോറും കൂട്ടാനും വെക്കണം. അതുപോലെ എന്താ പറയുക, പലഹാരം ഞാൻ അപ്പം മിക്കവാറും ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. ഈ കുട്ടിയും വെച്ചിട്ട് എനിക്ക് അങ്ങനെ പലഹാരം ഉണ്ടാക്കാനും ചോറ് വെക്കാനും ചാറ് വെക്കാനും ഉപ്പേരി വെക്കാനും ഒന്നും നേരം കിട്ടില്ല. അപ്പോൾ പിന്നെ ചോറ് തന്നെ ആയിരിക്കണ്ട മിക്കവാറും രാവിലെ ഉച്ചക്കളും കഴിക്കാൻ വേണ്ടിയിട്ട്. അക്ഷയ ചെറുതായ കാരണം അവൾക്കും സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ അവർക്ക് 2 പേർക്കും ചോറ് കൊണ്ടുപോകണം, ഇവനെ നോക്കണം, അവർ പോകുന്നതിനുള്ളിൽ തന്നെ ഇവനെ കുളിപ്പിച്ച് ഇവനെ കൂള് കൊടുക്കണം. അങ്ങനെയുള്ള കുറേ പണികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. തന്നെ ആകുമ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ട് കൂടും. അങ്ങനെയൊക്കെ ഞാൻ അച്ഛനോട് പറയുമ്പോൾ ഇങ്ങനെ അച്ഛൻ പറയാറുണ്ട് കേട്ടോ. അതെന്താ പറയാൻ കാരണം പറഞ്ഞാൽ നമ്മുടെ പൂമക്കുട്ടൻ മരിച്ചത് നമുക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. അതുമാത്രമല്ല, നമുക്ക് ഇന്നലെ ഒരു കമൻറ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, അവർക്ക് കേട്ടപ്പോൾ സങ്കടമായി, ഇവരുടെ ആ സങ്കടം അവർക്കായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി പോയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബാക്കിയുള്ള പൂച്ചക്കുട്ടികളും കൂടെ നേരെ ഇരിക്കട്ടെ എന്നാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ ചെള്ളിപ്പുളി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.